കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത് പിന്നെ നന്ദേട്ടന് ഗൗരവം കൂടിയത്. ക്ലാസ്സിലെങ്ങനെ ഗൗരവത്തിൽ തന്നെ? ഗൗരവം കാണിച്ചിട്ട് തന്നെ ഞങ്ങൾ സാറിന്റെ തലയിൽ കയറി നിരങ്ങുക. അത് ചുമ്മാ, നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? അങ്ങനെ തോന്നിക്കും. നന്ദേട്ടന് നിങ്ങളെയൊക്കെ വലിയ കാര്യാ എന്ന് സാർ പറഞ്ഞോ? അങ്ങനെയാവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അല്പം കുസൃതി കാണിച്ചാലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സാറുമാർക്ക് ഇഷ്ടാവും. മോളെ, നീ കിടക്കാൻ നോക്ക്, പുറത്ത് നല്ല തണുപ്പുണ്ട്. സാരമില്ല അച്ഛാ, അച്ഛൻ കിടന്നോളൂ. ഞാൻ ഇവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ചേച്ചി, ഏത് രാഷ്ട്രങ്ങളായാലും കുറെ യുദ്ധം ചെയ്ത് മടുക്കുമ്പോ ഇടയ്ക്കൊരു സമാധാന കരാറിൽ ഒപ്പിടും. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ ചില നാട്ടുരാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുക. കുട്ടിക്ക് എന്ത് പറ്റി? ഒന്നും കഴിക്കുന്നില്ലല്ലോ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു മൂഡ് ഓഫ് പോലെ. എന്താ, നിങ്ങളുടെ നാടും വീടൊന്നും ഇഷ്ടായില്ലേ? ഏയ്, അതൊന്നുമല്ല, ഒരു തലവേദന. ആണോ? എങ്കിലത് പറയണ്ടേ? ഇന്ന് ഇവൾക്ക് തലവേദന, മറ്റെല്ലാപ്പോഴും ഇവളും ഞങ്ങൾക്ക് തലവേദന. ദേ, അധികം ഷൈൻ ചെയ്യണ്ടോ. ചിലപ്പോ യാത്ര ചെയ്തിട്ടാവും. ഞാൻ ബാം എടുത്തു വരാം, അത് പുരട്ടെ മാറും. വേണ്ട, ബാം പുറത്തേ മാറില്ല. എങ്കിൽ കുട്ടി കിടന്നോളൂ, ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്. ശ്രുതി, ശ്രുതി, ശ്രുതി. ചേച്ചി, ശ്രുതിയെ കണ്ടോ? ഇല്ല. അവളിത് എവിടെ പോയി? ഉണർന്ന് നോക്കുമ്പോ അവളും ഇല്ല, അവളുടെ ബാഗും ഇല്ല. എന്താ ഉണ്ടായേ? അറിയില്ല, അവക്ക് വട്ട പോയി കാണും. ആഹാ, വന്നോ? മറ്റുള്ളവരൊക്കെ ഇവിടെ? അയ്യോ, എന്ത് ന്യായം പറഞ്ഞാലും നീ ആരോടും പറയാതെ ഇറങ്ങി പോകുന്നത് ശരിയായില്ല. ആ ചേച്ചി എന്തുമാത്രം അപ്സെറ്റ് ആയെന്നറിയാമോ? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി മുഴുവനും. പിന്നെ എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് ഞങ്ങൾ തടി തപ്പിയതാ. നിനക്ക് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വെച്ചാൽ ശരിക്കും ഭ്രാന്ത് ആക്കിയില്ലേ? ഇതിനേക്കാളും വലിയ തമാശകളൊക്കെ നീ സ്പോർട്ടീവായിട്ട് എടുത്തിട്ടില്ലേ? നീ മാത്രമല്ല, നമ്മൾ എല്ലാവരും. ഇതെനിക്ക് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെ കയറി ഹെഡ് ചെയ്യാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ? നാളും ജാതവും നോക്കിയാണോ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടാകുക? ഇഷ്ടപ്പെട്ടു പോയി, അതൊന്നും വേണ്ടെന്ന് വെക്കണം. സാറും ചേച്ചിയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടതല്ലേ? ഡീപ്ലി ഇൻ ലവ്, ശ്രുതി. അത് മനസ്സിലാക്കിയ അവരൊന്നാകണമെന്ന് മനസ്സാക്ഷിയുള്ള ആരും ചിന്തിക്കൂ. എനിക്ക് മനസാക്ഷി ഇല്ല. എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം എനിക്കൊരു വിഷമം വന്നപ്പോ എന്റെ ഭാഗത്ത് ആരുമില്ല. എല്ലാത്തിനും ചേച്ചിയും സാറും ചേച്ചിയും സാറും. നിനക്കേ അസൂയ. അതെ, എനിക്ക് അസൂയ. ആർക്കാ ഛേദം? ഐ ആം ജലസ്.